സംസ്ഥാനത്ത് ആകമാനം ഓഫീസ് തുറക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അപ്പോ ഓരോരുത്തരും ഓരോരോ ദൗത്യങ്ങളുമായി അവരവരുടെ വഴിക്ക്. ഓക്കെ സർ. നാളെ തന്നെ നമുക്ക് സംസ്ഥാന കമ്മിറ്റി കൂടണം. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കണം. ഓക്കെ, അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ മോളെ, ഞങ്ങൾ ഇറങ്ങാണേ. വർമ്മ സാറേ വരൂ. അവസരമനുസരിച്ച് ഉണർന്നു പ്രവർത്തിക്കണം. അതാണ് കഴിവുള്ള മനുഷ്യരുടെ ലക്ഷണം. മോളെ, എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ചെറിയച്ഛന് സന്തോഷമായി കേട്ടോ. താങ്ക് യു ചെറിയച്ഛ. എന്താ രാജുവിനും ശേഖരനും സന്തോഷമായില്ലേ? സന്തോഷമായി ഏട്ടാ, വളരെ സന്തോഷമായി സർ. പ്രതാപൻ ഇപ്പൊ എടുത്ത തീരുമാനം വളരെ നല്ലതാ. ഞാൻ പ്രാർത്ഥിക്കായിരുന്നു പ്രതാപൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ. ഞാൻ തിരിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരാൻ പ്രചോദനമായത് എന്റെ മോളുടെ ഗീതോപദേശമാണ്. ആയുധമെടുക്കാനുള്ള കരുത്തില്ലാതെ ഞാൻ മനസ്സിന്റെ കുരുക്ഷേത്രത്തിൽ തളർന്നിരുന്നപ്പോ ഇവൾ എനിക്ക് ഗീതോപദേശം തന്നു. കർമ്മണ്യേ വാദികാരസ്തേ മാബലേഷു കഥാചന. ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം കൊടുത്തതുപോലെ ഇവൾ എനിക്കും തന്നു. പക്ഷെ കുരുക്ഷേത്ര യുദ്ധത്തിൽ എല്ലാവർക്കും അവരുടേതായ ഓരോ ശരികളുണ്ടായിരുന്നു, ശകുനിക്ക് വരെ. പക്ഷേ ഇവിടെ അനന്തംപിള്ളയ്ക്ക് ഒരു ശരിയുമില്ല. അവനൊരു ഇന്റർനാഷണൽ ഫ്രോഡാ. പ്രസ്ഥാനം നമുക്ക് കരുത്തുള്ളതാക്കണം. പഴയതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ നമുക്ക് തിരിച്ചു വരണം. ഇനി നമ്മുടെ കുടുംബത്തില് പ്രതാപൻ മാത്രം പോരാ, MLAയും മന്ത്രിയൊക്കെ ആയിട്ട്. ജയിക്കുന്ന 2 മണ്ഡലങ്ങളിലേക്ക് ഈ നിൽക്കുന്ന ശേഖരനെയും മറ്റൊന്നില് ദീപകിനെയും നിർത്തണം. അവരും കൂടി ജയിച്ച് MLAയും മന്ത്രിയൊക്കെ ആവട്ടെ. ആദ്യം ഈ പാർട്ടി ഒന്ന് രക്ഷപ്പെടട്ടെ, എന്നിട്ട് സ്ഥാനാർത്ഥി നിർണയം നടത്താം. എനിക്ക് പാർലമെന്ററി മോഹങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളുടെ സപ്പോർട്ടിന്റെ ഒരാവശ്യവുമില്ല. അതെന്താ അവരുടെ കാര്യം മാത്രം പറഞ്ഞത്? നിങ്ങൾ മത്സരിക്കുന്നില്ലേ? ഇവരിനിയേ മത്സരിക്കില്ല. മത്സരിച്ചാ തോക്കും, ഉറപ്പായിട്ടും തോക്കും. അതുമാത്രല്ല, ഇവരുടെ നോമിനേഷൻ ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കളയുകയും ചെയ്യും. മോനെ ദീപക്കേ, എന്തായാലും പ്രതാപൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയല്ലേ. എനിക്ക് നിനക്കൊരു സീറ്റ് തരാതിരിക്കുവോ? അമ്മയെ ഇലക്ഷന് മത്സരിപ്പിച്ചേക്കാം, പക്ഷേ എനിക്കൊന്നും തരില്ല അയാള്. എന്നെ അയാൾക്ക് നല്ല പുന്നാരാണല്ലോ. എടാ, നീയൊന്ന് അടങ്ങ്, നമുക്ക് നോക്കാം.